അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നത് കബീർ ഇമാമി സഖാഫി ഗോളിയട്. പരിശുദ്ധ റമളാനിനെ സാക്ഷിയാക്കി നിങ്ങളോട് പറഞ്ഞോട്ടെ, കണ്ണീരിൽ കുതിർന്നു നിൽക്കുന്ന മാതാപിതാക്കൾ മരണപ്പെട്ട ഉപ്പനങ്ങടി തുർക്കിളികയിലെ പാവപ്പെട്ട നുസൈബ എന്ന പൊന്നുമോളെ നമ്മൾ മറന്നിട്ടില്ലല്ലോ. രണ്ടാമത് നിശ്ചയിച്ച കല്യാണ ദിവസവും അടുത്തു വന്നു. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം. ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഒരിക്കലും ആ കല്യാണം വീണ്ടും മുടങ്ങിപ്പോകരുത്. ഇൻഷാ അല്ലാഹ് മെയ് 12-ന് നുസൈബ എന്ന പൊന്നുമോളെ പുതുമണവാട്ടിയായി നമുക്ക് പറഞ്ഞേക്കാം. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനിറങ്ങിയ സഹോദരനായ മുത്താലിം കരഞ്ഞുകൊണ്ട് നിസ്സഹായത ബോധ്യപ്പെടുത്തിയപ്പോൾ മഹല്ല് നേതൃത്വത്തിൻ്റെ സമ്മതത്തോടെയാണ് ഒന്നാമത്തെ വീഡിയോ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, നിങ്ങളത് ഏറ്റെടുത്തു. പലർക്കും അയച്ചു കൊടുത്തു. പലരും ആ കുടുംബത്തെ വിളിച്ച് ആശ്വസിപ്പിച്ചു, അവരെ ദുആ ചെയ്ത് സന്തോഷിപ്പിച്ചു, അവരാൽ കഴിയുന്ന സഹായങ്ങൾ അയച്ചു കൊടുത്തു. അവർ വലിയ പ്രതീക്ഷയിലാണ്. സ്വർണത്തിനും വസ്ത്രത്തിനും കല്യാണത്തിനാവശ്യമായ മറ്റു ചിലവുകൾക്കും വേണ്ടിയുള്ള ഫണ്ട് വരാൻ തുടങ്ങി. 30% ഫണ്ട് വന്നു കഴിഞ്ഞു. ഇനി ഒരു 60% കൂടി ഫണ്ട് വേണം. തീർച്ചയായും അത് നിങ്ങൾ നൽകണം. നിങ്ങൾ നൽകുമെന്നറിയാം. ഇൻഷാ അല്ലാഹ് മെയ് 12-ന് നടക്കുന്ന സന്തോഷകരമായ ആ ഒരു ദിനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഖബറിലുള്ള അവരുടെ മാതാപിതാക്കൾ അന്ന് സന്തോഷിക്കും. എല്ലാവരാലും സന്തോഷിക്കപ്പെടുന്നൊരു ദിനമായി അന്ന് മാറണം. പരിശുദ്ധ റമളാനിലെ പവിത്രമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദാനധർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുള്ള, പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ സ്വർഗം ചോദിക്കാനും നരകത്തിന് തൊട്ട് കാവല് ചോദിക്കാനുള്ള ദിനങ്ങളാണ്. പരിശുദ്ധ റമളാനിനെ സാക്ഷിയാക്കി നിങ്ങളോട് പറഞ്ഞോട്ടെ, ആ കുടുംബത്തെ ഓർത്ത് നിങ്ങളാൽ കഴിയുന്ന ചെറുതും വലുതുമായ സഹായങ്ങളൊക്കെ അവരുടെ ഗൂഗിൾ പേ നമ്പറിലൂടെ, അക്കൗണ്ട് നമ്പറിലൂടെ നിങ്ങൾ അയച്ചു കൊടുക്കുമല്ലോ. പൂർണ്ണമായും സക്കാത്തിന് അർഹരാണ് ആ കുടുംബം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവരെക്കുറിച്ച് ചോദിക്കാനുള്ളതെല്ലാം അവരോടോ അവരുടെ മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി അവർ മുഖേന നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാം. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, റോഡിൽ ഛിന്ന ഭിന്നമാവുന്ന അപകടങ്ങൾ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. ഈ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണം റഹ്മാൻ.